ഞാൻ സിനിമ രണ്ടു വട്ടം കണ്ടു തിയേറ്ററിൽ. എനിക്കൊരു ഈ അടുത്തിറങ്ങിയ സിനിമകളെയൊക്കെ കളക്ഷൻ എന്താ പറയാ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ഇപ്പൊ മുന്നേറി പോകുന്നത്. ആ മലയാള സിനിമകളുടെ മുകളിൽ വെക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. ഞെട്ടിച്ചിളഞ്ഞെന്ന് പറയാം. സൗണ്ട് സിസ്റ്റവും പുതിയ സൗണ്ട് സിസ്റ്റവും 4K ഇറക്കിയപ്പോൾ നമ്മൾ ഞെട്ടിച്ചിളഞ്ഞു. ഈ സിനിമ ഇറക്കി വിട്ട അവർക്ക് വലിയൊരു സല്യൂട്ട് കൊടുക്കും. കാരണം ഈ ഒരു സിനിമ മലയാളത്തിന് ഇനിയും അങ്ങോട്ട് കുറെ വർഷങ്ങൾ പോയാലും അല്ലെങ്കിൽ നമ്മളൊക്കെ ഇനി ഇല്ലാണ്ടായി പോയാലും ഈ സിനിമ റിലീസ് ചെയ്താലും അപ്പോഴും സിനിമയ്ക്ക് നല്ലതായിരിക്കും. പിന്നെ ഇപ്പൊ ഈ അടുത്തിറങ്ങിയ സിനിമകളെയൊക്കെ കളക്ഷൻ എന്താ പറയാ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ഇപ്പൊ മുന്നേറി പോകുന്നത്. ഇപ്പോഴും തിയേറ്ററിൽ നല്ല രീതിയിൽ ഓടുന്നുണ്ട്. ഇപ്പൊ സിനിമ തിയേറ്ററിൽ കണ്ട എക്സ്പീരിയൻസ് ഭയങ്കര വ്യത്യാസം. കാരണം അന്നെന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒരു ചെറുപ്പമാണെങ്കിൽ പോലും പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ്, പുള്ളിയുടെ പിന്നെ ഫേസിൽ മാറുന്ന ആ ഒരു എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ഓരോ മൂവ്മെന്റ്സിലും പുള്ളിയുടെ അഭിനയത്തിന്റെ രീതിയൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ ഇതാക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് സിനിമ കാണുമ്പോൾ. കാരണം സിനിമ നമ്മൾ ഇങ്ങനെ കണ്ടങ്ങിരുന്നു പോകും. നമുക്ക് ഇപ്പൊ നമ്മൾ സിനിമ കണ്ടിൽ ആകടിച്ചിട്ട് നമ്മൾ ഇറങ്ങി ഓടുന്നില്ല. അന്ന് ആ ഒരു സിനിമ അത്രയും ഇതിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മലയാളത്തിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ ഇവരെ കൊണ്ടല്ല പറ്റത്. പിന്നെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഈ സിനിമ റിലീസ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ MD സാർ ഇല്ല എന്നുള്ളതിന്റെ ഒരു സങ്കടമുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ഹൃദയം കൊണ്ട് എന്താ പറയാ ഒരു തീർച്ചയായിട്ടും ഇനി മലയാളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങും. കാരണം ഇനി ഇറങ്ങുന്ന സിനിമകളൊക്കെ ഈ ക്യാമറ ടെക്നിക്കും അങ്ങനെയൊക്കെ ഉള്ള സംഭവമായിരിക്കും. അതിനകത്ത് ആ ഫൈറ്റ് സീനൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടത് ആ വാളിങ്ങനെ ചാടി പിടിക്കുന്ന സമയത്ത് പുള്ളിയുടെ തുടയെ കൊണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. കാരണം അന്നത്തെ കാലത്ത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അങ്ങനത്തെയുള്ള പ്രൊമോഷൻ ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ 1000 യൂട്യൂബേഴ്സ് ഉണ്ട്, അവരുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ തള്ളി മറിക്കും. പക്ഷെ ഇത് തള്ളി മറിക്കാതൊക്കെ ആ കാലത്ത് ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമയാണ്. അതിന് 90 ലക്ഷം രൂപയ്ക്കാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് 6,70,00,000 രൂപ കളക്ട് ചെയ്തത്. അന്നത്തെ കാലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 600 കോടിയുടെ ആ ഒരു എഫക്റ്റ് ചെയ്യും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്നതും എന്നും എല്ലാ മലയാള സിനിമകളുടെ മുകളിൽ വെക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് വടക്കൻ വീരഗാഥ. വടക്കൻ വീരഗാഥ നമ്മൾ ഞെട്ടിച്ചിളഞ്ഞെന്ന് പറയാം. സൗണ്ട് സിസ്റ്റവും പുതിയ സൗണ്ട് സിസ്റ്റവും 4K ഇറക്കിയപ്പോൾ നമ്മൾ ഞെട്ടിച്ചിളഞ്ഞു. നമുക്ക് പഴയ പടങ്ങൾ എടുത്തും ഞെട്ടിച്ചോണ്ടിരിക്കും. ഇതിലും പിക്ചർ ക്വാളിറ്റി ഒക്കെ പക്കായിട്ടുണ്ട്. അറ്റ്മോസ്ഫിയർ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. ഒരുപാട് വ്യത്യാസം ക്വാളിറ്റിയിലായാലും സൗണ്ടിലായാലും ഈ പിക്ചർ ക്വാളിറ്റി ആയാലും ഒരുപാട് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആ പാട്ടൊക്കെ വെച്ചാൽ ഒരു വേറെ ഫീലിലേക്ക് പോകുന്നു. അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ മമ്മൂട്ടിയുടെ മറ്റേ അന്നത്തെ കാലത്ത് ഇതുപോലെ അന്നത്തെ കാലത്തില്ല ഇതുപോലെ ഒരു പടം എങ്ങനെ എടുത്തെന്ന് നമുക്ക് ചിന്തിക്കാം. MD യുടെ തിരക്ക് ആ 89 കാലഘട്ടമല്ലേ ഇറങ്ങിയത്. 89 ഈ ഇങ്ങനെ ഒരു പടം മറ്റേ ഗ്രാഫിക്സ് ഒന്നും ഇല്ലാതെ എടുത്ത പടമല്ല. ഗ്രാഫിക്സിന്റെ ഇതൊന്നും സാങ്കേതിക വിദ്യകളൊന്നും റെഡി ആയിട്ടില്ല. അന്നൊക്കെ ഈ പടം എങ്ങനെ എടുത്തെന്നുള്ളത് ചിന്തിക്കേണ്ടത് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന്